എല്ലാവർക്കും നമസ്കാരം. ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ചെറിയ മെസ്സേജ്. നാം കടന്നുപോയ വഴികളെല്ലാം ഒന്ന് ഓർത്തു വെക്കേണ്ടതാണ്. ചില വഴികളിലൂടെ ഇനിയും നാം നടക്കേണ്ടുന്നവരാണ്. എന്നാൽ ചില വഴികൾ ഇനി ഒരിക്കലും നടക്കാതിരിക്കാനുമുള്ളതാണ്. ഞാൻ വായിച്ചു തീർത്ത പുസ്തകങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ജീവിതമാകുന്ന പുസ്തകമാണ്. അതിൽ ഞാൻ വായിച്ചു തീർക്കാത്ത കഥകളില്ല. ധാരാളം അനുഭവങ്ങൾ അതിലുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായ ധാരാളം അനുഭവങ്ങൾ കോർത്തിണക്കിയ ഒരു പുസ്തകമാണിത്. തിരിഞ്ഞു നോക്കിയാൽ ദൈവം തമ്പുരാൻ തന്നതല്ലാതെ ഒരു അനുഗ്രഹവും ഇല്ല. അത് ഒരു അനുഭവ സാക്ഷ്യമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നുവെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്യം, നിന്നെ പരിഹസിക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളത്തെ ഞാൻ തരുമെന്ന്. നമ്മുടെയൊക്കെയും ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നാം ചെന്ന ഇടങ്ങളിലൊക്കെയിൽ നിന്നും നമുക്ക് ധാരാളം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ അത് നമ്മുടെ വീടുകളിൽ നിന്നാകാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നാകാം, നമ്മൾ ഇടപെടുന്ന മറ്റ് മേഖലകളിൽ നിന്നാകാം. അപ്പോഴൊക്കെ നമ്മെ താങ്ങി നിർത്തിയത് ആ അദൃശ്യമായ ഈശ്വരൻ്റെ കരങ്ങളാണ്. എൻ്റെ ഒരു കൂട്ടുകാരി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അവൾക്ക് അവളുടെ ജീവിതത്തിൽ അവളുടെ കുടുംബത്തിൽ നിന്നും ധാരാളം ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചു. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്നും അവളെ ധാരാളം മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു. അപ്പോഴൊക്കെ അവൾ രാത്രിയുടെ യാമങ്ങളിൽ വീട്ടിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. കുറേ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൽ നിന്നും അവൾക്ക് റിപ്ലൈ കിട്ടിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇനി ഞാനതങ്ങ് വിട്ടു, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല എന്ന്. എന്നാൽ ഒരു 15 വർഷങ്ങൾക്ക് ശേഷം അവൾ പറയുകയാണ്, അന്ന് ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ മറന്നു, പക്ഷേ മറക്കാത്തവനായ ദൈവം അവളുടെ പ്രാർത്ഥനയ്ക്ക്, അവളുടെ യാചനയ്ക്ക് ഒരു മറുപടി കൊടുത്തു. അവളെ ഇല്ലാതാക്കി തീർത്തവരുടെ മുന്നിൽ ഇന്ന് അവളുടെ വീട്ടിൽ അവൾ എല്ലാവർക്കും പ്രിയങ്കരിയായി. അവൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ തീർത്തും അവളെ ഇല്ലാതാക്കിയവരുടെ മുന്നിൽ ഇന്നവൾ അവിടുത്തെ എല്ലാമായി മാറിയിരിക്കുന്നു. അവൾക്ക് അന്നുണ്ടായിരുന്ന കഴിവുകൾ എല്ലാവരും അടിച്ചമർത്തിയിരുന്നു. എന്നാൽ ആ കഴിവുകളൊക്കെയും അവൾക്ക് ഉയർന്നു വന്നു. ഒറ്റ കാരണമേ ഉള്ളൂ, അവളുടെ പ്രാർത്ഥന. കണ്ണീരോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതെ ഇരിക്കുകയില്ല. അത് വിശ്വസിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ധാരാളം ആൾക്കാർ വരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ദൈവത്തിൽ മാത്രം വിശ്വസിക്കുക. ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തോട് പറയുക സങ്കടങ്ങൾ. നമ്മൾ നമ്മുടെ കൂട്ടുകാരോടോ വീട്ടിലുള്ള സഹോദരങ്ങളോടോ ഒക്കെ നമ്മൾ പ്രയാസങ്ങൾ പറയും. എന്തെങ്കിലും ഫലമുണ്ടോ? കുറച്ച് പേരത് കേട്ടിട്ട് പറയും, അയ്യോ ഒരു സിമ്പതി. ചിലർ പറയും, അവൾക്ക് അത് തന്നെ വരണം, അല്ലയോ? എന്നാൽ ഇതൊന്നുമില്ല, ഇതൊന്നും പറയില്ല ദൈവം അതെന്താണെന്ന് ശ്രദ്ധിച്ച് കേട്ട് അതിന് നല്ല ഒരു ഉത്തരം നമുക്ക് തരും. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി നാം ജീവിക്കാൻ ശ്രമിക്കണം. അതേപോലെ ബൈബിളിലൊരു വാക്യമുണ്ട്, ദുഷ്ടൻ പന പോലെ തഴയ്ക്കുന്നതും പിന്നെ ഞാൻ അതുവഴി പോയപ്പോൾ അവനെ കണ്ടില്ല എന്ന്. അതുകൊണ്ട് എല്ലാവരും ഓർക്കുക, നാം ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവരോട് സ്നേഹമായി, മറ്റുള്ളവരെ പരിഹസിക്കാതെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ദൈവം അതിനെല്ലാവരെയും അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.